കാക്കു എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ, ഞാനിവിടെ ഇത്രയും വർഷമായിട്ട് എനിക്ക് ഈ സംഭവത്തിനെ പറ്റി അറിയുന്നുണ്ടായില്ലല്ലോ, ഈ എങ്ങനെ ഇത് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ എന്തോ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ്, നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ പുതിയ പുതിയ വാർത്തകളൊക്കെ ഇങ്ങനെ വരുമല്ലോ, അങ്ങനെയാണ് ഇത്തവണ ഹോളിഡേ ട്രെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരിത് കണ്ടത്. അപ്പോഴാണ് ഞാൻ അറിയണത് ഈ സാധനം ഈ മറ്റേ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന ഈ മാതിരത്തെ ഈ പരിപാടികൾ, ഈ സംഭവം ഇതെല്ലാം പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ കാക്കുവിനോട് സംസാരിച്ച്, കാക്കു ഞാൻ ഓക്കെ നമ്മൾ എന്തായാലും പോകുന്നൊക്കെ റെഡിയാക്കി വന്നത്. ക്രിസ്മസ് ബേസ്ഡ് ആയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസംബർ ആയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് ഒക്കെ നോക്കി എപ്പോഴാണ് നമ്മളതിൽ പോണത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോഴാണ് ഇത് ഒരു നവംബർ ഒരു പകുതിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത ഡിസംബർ ആകുമ്പോഴേക്കും ഇങ്ങനെ കാനഡ ഇങ്ങനെ കവർ ചെയ്ത് അമേരിക്കയ്ക്ക് പോകണ ഒരു വലിയൊരു ലോങ് ജേർണിയുള്ള ഒരു ട്രെയിനാണെന്ന് മനസ്സിലാവുന്നതും നവംബർ ഒരു 17 ആയപ്പത്തിന് തന്നെ ഇത് നമ്മളെ സ്ഥലത്തു നിന്നൊക്കെ പാസ് ചെയ്ത് പോയിക്കണമെന്നു. ഇപ്പോൾ അതുള്ളത് വേറെ ഏതോ ഒരു പ്രൊവിൻസിലാണെന്നൊക്കെ ഞാൻ അറിയണത്. ലിറ്ററലി നിങ്ങൾ പറഞ്ഞാൽ ചിരിക്കും, പക്ഷേ ഞാൻ കരഞ്ഞു. കാരണം ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത് ഞാൻ ഒരു 2-3 മാസമൊക്കെ ആയിട്ട് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷേ എനിക്കത് മിസ്സായപ്പോൾ നല്ല വിഷമം വന്നു എനിക്ക്. ഞാനത് പിന്നെ അടുത്ത വർഷമല്ലേ ഇനി കാണാൻ പറ്റുള്ളൂ, അതിന് ഇനി ഒരു കൊല്ലം കാത്തിരിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാനതിന് വെയിറ്റ് ചെയ്ത്. അതേപോലെ ഇപ്രാവശ്യം ഡേറ്റ് വന്നത് നവംബർ 23 രാവിലെയാണ് എനിക്ക് ഡേറ്റ് വന്നത്. 2-3 സമയത്ത് അടുത്തടുത്ത് കൂടെ നമ്മൾ സ്റ്റേഷനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ 23-ാം തീയതി ആ സമയത്ത് നമുക്ക് ഓഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂ, ഞായറാഴ്ച. അപ്പോൾ ആ ഡേറ്റ് നോക്കിയിരുന്നു. പക്ഷേ കാക്കുവിന് തലേ ദിവസം നല്ല വർക്ക് ഉണ്ടായതുകൊണ്ട് കാക്കു ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് കാക്കുവിനെ വിളിക്കാൻ തോന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നല്ല വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഇറ്റ്സ് ഓക്കെ അടുത്ത കൊല്ലം പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കാക്കു എണീറ്റപ്പോൾ പിന്നെ കാക്കുവിന് ഭയങ്കര വിഷമമായി. അതിൽ പിന്നെ ഞങ്ങൾ വീണ്ടും ഡേറ്റൊക്കെ റീചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇന്ന് രാത്രി നമുക്ക് ഹോളിഡേ ട്രെയിൻ കാണാൻ പോവാം എന്നുള്ളത്. അത് വേറൊരു സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്, ഒരു 1 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അയ്യോ, ആ സമയത്തുള്ള എൻ്റെ സന്തോഷം അത് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ വേഗം അപ്പോൾ പോകാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടോ. ഇതാണ് എൻ്റെ ഒരു ഹോളിഡേ ട്രെയിനിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്ത് വീണ്ടും മിസ്സായി. ആദ്യം മിസ്സായി, പിന്നെ ഒരു വർഷം വെയിറ്റ് ചെയ്ത് വീണ്ടും മിസ്സായി എന്ന് വിചാരിച്ചിട്ട് പിന്നെയും എനിക്കത് കാണാൻ പറ്റുകയാണ്. അതൊരു വലിയൊരു സംഭവമൊന്നുമല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടേണ്ട സാധനമൊന്നുമല്ല, ഞാൻ ഒരുപാട് കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമൊന്നും അല്ലേനു. പക്ഷേ എനിക്കത് കണ്ട സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. കാരണം നമ്മളിതൊക്കെ സിനിമകളിലും മറ്റേ കാർട്ടൂണുകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളൊരു സാധനമാണല്ലോ. അത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയല്ലേ. പിന്നെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്, എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനതങ്ങനെ വെയിറ്റ് ചെയ്ത് കാണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി രസമാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ മറ്റെന്താ പറയുക, മാപ്പ് ഇടുന്ന സമയത്ത് അതിൽ ഒരു പറയുന്നുണ്ടായിന് ഈ സ്പേസ് ക്ലോസ്ഡ് ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാക്കു പറഞ്ഞു പോയിട്ട് കാര്യം ഉണ്ടാവും, നീ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ട്രാവൽ ചെയ്യണോന്ന് കേൾക്കാരം, നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകലല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും പോയി നോക്കാം, ഇന്നിപ്പോൾ എന്തായാലും ഓഫ് ഡേ അല്ലേ, നമുക്കൊരു വെറുതെ ഒരു എന്താ പറയുക നൈറ്റ് റൈഡ് പോലെയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് കണ്ടൊക്കെ വരികയാണ്. പക്ഷെ ഇവിടെ വന്ന് കണ്ട് ഇത്രയും ആളുകൾ കണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്തോ അതിൽ പരിപാടി ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുള്ള് കനേഡിയൻസേ ഉണ്ട്, നമ്മളെ നാട്ടുകാരൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഇനി ഇതാർക്കും അറിയില്ലെന്നാവോ കാക്കൂനെ പോലെ, എനിക്കറിയില്ല. ഇഷ്ടംപോലെ കനേഡിയൻസിനെയാണ് ഞാൻ ഒരുപാട് കണ്ടത്, നമ്മളെ ഇന്ത്യൻസിനൊന്നും ഞാൻ കണ്ടില്ല. അറിയിട്ടാണോ ഇനി വേറെ വല്ല സ്റ്റേഷനിലാണോ ഓല് ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, നമുക്കിത് കാണാമെന്നുള്ളതാണ്. അങ്ങനെ ഫൈനലി അത് അതിൻ്റെ ആ ഒരു മറ്റേ ഒരു ടൈം എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട് അതിന് വരുന്ന സമയത്ത് ട്രെയിനിൻ്റെ. അയ്യോ, അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഡാൻസ് കളിക്കുന്നു, എൻ്റെ മനസ്സിൻ്റെ ഉള്ളത്തെ കുട്ടി അത് വരെയാണ്. കറക്റ്റ് ആ സമയത്തായപ്പോഴത്തേന് നല്ല സ്നോഫോൾ ഇട്ടു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഭയങ്കര ഭംഗിയാണ്, അത് നേരിട്ട് കാണാനും ഭയങ്കര ഭംഗിയാണ്. നല്ല സ്നോ, അതിൻ്റെ ഇടയിൽ കൂടെ കളേഴ്സൊക്കെ ആയിട്ട് ആ ട്രെയിൻ ഇങ്ങനെ വരിക എന്ന് പറയുന്നത്, അയ്യോ അതൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ എത്ര തണുപ്പുള്ള കാര്യം അറിയാത്തതുകൊണ്ട് പുളിയേക്കാണ്ട് നോർമൽ ഷൂ ഇട്ട് കണ്ടാൽ വന്നിരുന്നത്. അപ്പോൾ എനിക്ക് കാല് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനെ തണുത്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ.
എല്ലാവരും ട്രെയിനൊക്കെ കണ്ട് ആസ്വദിച്ചില്ലേ? ഇനി നമുക്ക് ഇവിടെ കുറച്ച് പാട്ടും പരിപാടി ഉണ്ട്, അത് കാണാൻ പോകും. സംഭവം ഈ ട്രെയിന് കണ്ട് അതിലിങ്ങനെ മിഴിച്ച് നിന്നതുകൊണ്ട് ഞാൻ ഈ പാട്ടും പരിപാടീൻ്റെ കാര്യം ഞാൻ മറന്നു പോകും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വലത് ഭാഗത്തേക്ക് ആളുകൾ ഇങ്ങനെ പോകുന്നത് ഞാനും കാക്കും ശ്രദ്ധിച്ചു. അത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കണത് ആ ഒരു കനേഡിയൻ സിംഗർ ഉണ്ട്, ടൈലർ ഷോ അങ്ങനെ എന്തോ ആണ് പേര്. മൂപ്പരുടെ പരിപാടി ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത്. സംഭവം ഞാൻ ഈ ട്രെയിന് കുറച്ചും കൂടിയൊക്കെ നമ്മളെ പറക്കുന്ന ലഗീത്തൊക്കെ മാതിരി കുറച്ച് പുല്ലും പുൽക്കടിയൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓല് കണ്ടോ, ഈ മരങ്ങളും മൊത്തം ഓല് മറ്റേ LED ബൾബ് വെച്ച് കണ്ട് പറ്റിച്ചു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. പിന്നെ എന്താ ആ ടൈലർ ഷോൻ്റെ പ്രോഗ്രാമും പിന്നെ വേറെ ഏതൊരു ലേഡി സിംഗർ ഉണ്ടായിരുന്നു, അവരുടെ പ്രോഗ്രാമും പിന്നെ കുറച്ച് ഡൊണേഷൻസ് അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് സ്റ്റേജിലുണ്ടായിരുന്നത്. ആ സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല് ഈ ട്രെയിനിൻ്റെ തന്നെ ഒരു ബോഗി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കണ്ട് അതാണ് ഒരു സ്റ്റേജ് ആക്കി കണ്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അതിൽ ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ ഫുഡ് ഡൊണേഷന് അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ്. ഓല് ഇവിടെ മുതൽ ഈ ഒരു A to Y വരെ പോകും, അല്ലെങ്കിൽ A to Z വരെ പോകുന്ന സമയത്ത് അവിടുന്ന് ഓരോ സ്റ്റേഷനിലും ഓരോ ഏരിയയിൽ നിന്നും ഓർക്ക് ഡൊണേഷൻസ് കിട്ടും. അത് ഇഷ്ടം പോലെ ഉണ്ട്, അത്ര 20 മില്യണോ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. അത്രയും വലിയ വലിയ $1 million ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ഡൊണേഷൻ മണി. ഇതൊരു വലിയ എന്തോ ഒരു പരിപാടിയാണ് ഗൈസ്. നമ്മളെന്തായാലും എന്താ സ്റ്റേജിൻ്റെ അങ്ങോട്ട് എത്താൻ നയിക്കണു. ഞാൻ കുറച്ച് ആദ്യം വിചാരിച്ചു വലിയ ട്രെയിനാണെന്ന്, പിന്നെ മനസ്സിലായി ചെറിയ ട്രെയിനാണെന്ന്. നടന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി വലിപ്പമുണ്ടെന്ന്. അങ്ങനെ എൻ്റെ ചിന്താഗതികൾ മാറി 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 വരുന്നു. അപ്പോൾ സ്റ്റേജൊക്കെ തുടങ്ങി. ഓല് നമുക്കറിയാത്ത ഭാഷകളിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, കാരണം നമുക്ക് ഫ്രഞ്ച് അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ലേഡീനെ കാണുന്നുണ്ട്. ആ ലേഡീനും ആദ്യം പാട്ടൊക്കെ പാടിയോണ്ട് നിന്ന് നല്ല ക്രിസ്മസ് പാട്ടും വേറെ എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട്. അവിടെ മറ്റേ ആ ഒരു കളി ട്രൗസർ ഇട്ട് അല്ല ഒരു പാൻറ്റ് ഇട്ടിരിക്കുന്ന ചങ്ങനെ കണ്ടോ, ഓനാണ് ടൈലർ ഷോൺ. ഞാനതും ടൈലർ സ്വിഫ്റ്റ് ആണെന്നൊക്കെ വിചാരിച്ചു ഗൈസ്. അതന്നല്ലേ ആ ലേഡി സിംഗറിൻ്റെ പേര്. ഓക്കെ, ആദ്യം ഞാൻ വിചാരിച്ചു പിന്നെ ഓളെ അനിയനാണോ ഈ ചങ്ങായി എന്നൊക്കെ. അതൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല ഗൈസ്. അപ്പം എന്താ പാട്ടും പരിപാടിയൊക്കെ തുടങ്ങി. ഓല ആദ്യം ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് കുറച്ച് എന്തൊക്കെ പറയണം, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പാടുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്കപ്പത്തിന് എൻ്റെ കാലൊക്കെ പടച്ചോനെ, അതിനെപ്പറ്റി പറയാണ്ടിരിക്കുക നല്ലത്. നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. അതിൽ കാക്കു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണുന്നതാണ് എന്നെ അങ്ങോട്ട് വിളിച്ചോടുന്നു. പിന്നെ അത് റെയിൽവേ ട്രാക്കാണല്ലോ, അതിൻ്റെ മുന്നിലൊക്കെ കുറേ വീടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു സിറ്റ് ഔട്ടിൽ നമ്മൾ കയറി നിന്നു. അപ്പോൾ കാക്കു ഇങ്ങനെ പറയും എന്നോട്, നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മളെ നാട്ടിലത്തെ താത്താർ നാരങ്ങൻ്റെ വെള്ളവും കട്ടൻ ചായയൊക്കെ കൊണ്ടുവന്നിട്ടും പേരൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് എന്തായാലും ഇവിടെ ഒന്നും ഒരൊറ്റ നിന്നും കാണാനല്ല. എന്നാലും സിറ്റ് ഔട്ടിലേലും കയറി നിൽക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ട്, കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. പക്ഷെ എല്ലാവരും കയറി നിൽക്കണോണ്ട് ഞാനും കയറി നിന്നു. എന്ത് ചെയ്യാനാ, എനിക്ക് കാണുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് കാണാൻ വേണ്ടിയിട്ട് നിന്നാണ്. കാക്കു താഴെ തന്നെയാണ് കേട്ടോ, പാവം. കാക്കു ഇങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല. ജനങ്ങളെ കാണൂ, ജനസാഗരമാണ് ഇവിടെ, ജനസാഗരം. അയ്യോ, അത് കഴിഞ്ഞിട്ട് ഡൊണേഷൻ കൊടുക്കുന്ന പരിപാടിയാണ് കാണുന്നത്. $5,000. ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട് ഓഫ് മണി. $5,000 ഇപ്പോൾ ഈ മൈക്കിൽ സംസാരിച്ചിരിക്കുന്ന ലേഡി ഇതിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ സംസാരിക്കും, അതിൻ്റെ നന്ദി വാക്യങ്ങൾ പറയുകയും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഹൂർത്തങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ സിംഗറിൻ്റെ പാട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചങ്ങായിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ഒരു 22-24 വയസ്സൊക്കെ ആയിട്ടുള്ളൂ ഉണ്ടാവും. പക്ഷേ ഒരു 32 വയസ്സുണ്ട്, കണ്ടാത്തൊന്നുമില്ല. എന്തായാലും ആള് ഭയങ്കര ക്യൂട്ടും ഭയങ്കര എൻജോയ് ചെയ്യും, നല്ല വൈബുള്ള ഒരാളേനി കേട്ടോ. ഞാനും പിന്നെ എൻ്റെ കാലൊക്കെ മരവിച്ചൊക്കെയാണെങ്കിലും നമ്മളും എൻജോയ് ചെയ്തു. അതിനാണല്ലോ നമ്മൾ വന്നിക്കണത്. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം സമാഗമനത്തിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ സ്റ്റേജ് ഇങ്ങനെ താഴ്ത്തുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം നിന്ന് അത് പൊങ്ങുന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഹോളിഡേ ട്രെയിൻ എന്നൊക്കെ എഴുതിക്കണ്. ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ കാലവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏത് കാലിനേനോ ഭയങ്കര പ്രശ്നം, റൈറ്റിന്. എൻ്റെ വലത് കാലിന് എനിക്ക് തോന്നുന്നു 2 സോക്സ് ഇട്ടിട്ട്, ഒന്ന് കുറച്ച് കട്ടിയുള്ളതൊന്ന് കുറച്ച് കട്ടില്ലാത്തതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എൻ്റെ വലത് കാലിൻ്റെ എനിക്ക് പേടി, ഒരുപാട് തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള മൂവ്മെൻറ്റ്സ് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ വിരൽ പൊട്ടിപ്പോയിട്ടുണ്ടാവും, എൻ്റെ ഇടയിൽ എൻ്റെ വിരൽ മടക്കി കഴിഞ്ഞാൽ അത് മുറിഞ്ഞ് ചാടും അങ്ങനെയൊക്കെ വിചാരിക്കണേ. കാരണം ഒട്ടും എനിക്ക് മനസ്സിലാവണം, എൻ്റെ കാല് ഫീൽ ചെയ്യണേ ഉണ്ടായില്ല, തണുത്ത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കടിച്ച് പിടിച്ച് നിന്നു. ഞാൻ എത്രയും വെയിറ്റ് ചെയ്തൊരു സംഭവമല്ലേ, നമ്മളതങ്ങനെ വെറുതെ പോയി എത്തിപ്പാളി നോക്കി പോന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്. സംഭവം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ ആ ബൂട്ട്സും കൂടി ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു സമാധാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒക്കെ കൂടെ തേഞ്ഞ് നമുക്കൊന്നും കിട്ടൂല. അപ്പോൾ പോരുന്ന വഴിക്കാണ് ഗൈസ്, കുതിരപ്പുറത്തുണ്ട് പോലീസ്. ഏത് അത്യാഹന സാഹചര്യം വന്നു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടിയേക്കാരം കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നത്.
പോരുന്ന വഴിക്ക് നമ്മൾ ട്രെയിൻ പാസ് ചെയ്യാണ് കേട്ടോ. ആ റെയിൽവേ ട്രാക്ക് കൂടെ ഒക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ ഒരു 10-15 സ്പീഡിലൊക്കെയാണ് പോണത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി ഈ സ്പീഡ് കണക്ക് പറഞ്ഞാൽ ആരും വരണ്ട, എനിക്കിതിനെ പറ്റി വലിയ വിവരമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഇതേപോലെ നമ്മളെ മറ്റേ പട്ടിക്കാട്ടത്തെയും മേലാറ്റൂരത്തെയൊക്കെ പോലെ നമ്മളെ മറ്റേ സാധനം താത്തുമല്ലോ ട്രെയിൻ പോകുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ താത്തേണ്ട സമയത്താണ് ഇതിങ്ങനെ പാസ് ചെയ്തിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് ട്രെയിനെ കാണാൻ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വിചാരിച്ച അത്ര ചെറിയ ട്രെയിനല്ല, അത്യാവശ്യം വലിയ ട്രെയിനാണെന്നുള്ളത്. നല്ല ഭംഗി കഴിഞ്ഞിട്ടോ അത് കാണാൻ, അത് ഫുള്ളായിട്ട് വൃത്തിക്ക് കണ്ടു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പാസ് ചെയ്ത് പോയിട്ട് വേറൊരു ട്രാക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ഞങ്ങൾ കണ്ടു. പിന്നെ ട്രെയിനിന് പിന്നെ അത് എവിടുന്ന് കാണും ചെയ്യും, നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഹോളിഡേ ട്രെയിൻ കാണാൻ പോകുന്ന വീഡിയോ. ഇത് ചെറിയൊരു വീഡിയോ ആണ്, എന്നാൽ തന്നെ ഞാൻ കുറേ വലിച്ചു നീട്ടി പറഞ്ഞിട്ടാണ് ഇത് ഇത്രയെങ്കിലും ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ആകെ അത്ര 10-11 മിനിറ്റൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ, സന്തോഷം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.